ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ മോസ്കോയിലെ ഏറ്റവും ഫേമസും ഏറ്റവും വലുതുമായിട്ടുള്ള മോസ്ക് കാണാനാണ്. ഇത് മുസ്ലിം സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പ്രസ്പിറ്റ് മീറ എന്ന് പറയുന്ന മെട്രോയിലെത്തുക. ഇവിടെ നിന്ന് നിങ്ങൾക്ക് നടന്ന് പോകാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ട്രാംവേ കിട്ടുന്നതാണ്. അത് 2 സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ ട്രാംവേക്ക് പോവുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങൾക്ക് ഏത് വഴി വേണമെങ്കിലും വളരെ ഈസി ആയിട്ട് അവിടെ എത്താൻ പറ്റും. വെള്ളിയാഴ്ചകളിലൊക്കെ ഒരുപാട് തിരക്കുള്ള ഒരു മോസ്കാണിത്. അതുകൊണ്ടാണ് ഈ മോസ്ക് ഇത്രയും ഇമ്പോർട്ടൻ്റ് അതുപോലെ തന്നെ പോപ്പുലറും ആയിട്ടുള്ളത്. ഇത് ഇവിടുത്തെ ഒളിമ്പിക്സ് നടന്ന സ്റ്റേഡിയമാണ്. പഴയ സ്റ്റേഡിയം പൊളിച്ചിട്ട് പുതിയത് പണിതുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ നിന്ന് നമുക്ക് പോകാനായിട്ട് ട്രാംവേ കിട്ടും. ട്രാംവേ നമ്പർ 7 അല്ലെങ്കിൽ 50. ഈ 2 ട്രാംവേയിൽ പോവുകയാണെങ്കിൽ നമുക്ക് നേരെ മിച്ചേത്തിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് ഇറങ്ങാം. മോസ്കിൻ്റെ ഫ്രണ്ടിൽ പോയി ഇറങ്ങാം. Название ഓഫ് ദിസ് മിച്ചേത്ത് മസ്കോവ്സ്കയ സബോർനയ മിച്ചേത്ത്. മോസ്കോയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോസ്കായിട്ട് ഇത് കരുതപ്പെടുന്നുണ്ട്. സിംബൽ ഓഫ് ഇസ്ലാമിക് ഹെറിറ്റേജ് ഇൻ മോസ്കോ, അല്ലെങ്കിൽ റഷ്യ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന അത്രയും വലിയ അതും അത്രയും മനോഹരമായിട്ട് പുതിയതായിട്ട് സ്ട്രക്ചർ ചെയ്തെടുത്തേക്കുന്ന ഈ ഒരു മോസ്കാണ് ഈ ഇപ്പോൾ കാണുന്നത്. അറ്റ് ദി എൻഡ് ഓഫ് ദി 19th സെഞ്ച്വറിയിലൊക്കെ മുസ്ലിം പോപ്പുലേഷൻ എന്ന് പറയുന്നത് മോസ്കോയിൽ ഉണ്ടായിരുന്നത് വെറും 10,000 ഒക്കെ ആയിരുന്നു. ആ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ താമസിച്ചിരുന്ന ഒരു റീജിയനായിരുന്നു മിഷാൻസ്കി റീജിയൻ എന്ന് പറയുന്നത്. അപ്പം മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഏതൊരു സ്ഥലത്ത് പോകുമ്പോഴും അവരൊരു യൂണിറ്റി ഉണ്ടാക്കി ഒരു പർട്ടിക്കുലർ പ്ലേസിലാണ് താമസിക്കാറുള്ളത്. അപ്പോൾ ഈ മോസ്കിൽ പോകുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഹിസ്റ്ററിയും കൂടെ മനസ്സിലാക്കിയിരിക്കുക. ഈ മോസ്കിനുള്ള സ്ഥലം ലഭിച്ചത് 1902-ലാണ്. അതിനുശേഷം ഈ മോസ്ക് ഈ ഒരു രൂപത്തിലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഉണ്ടായ മോസ്കല്ല, ചെറിയൊരു മോസ്കായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അത് ഇവിടുത്തെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് ഇവിടെ വന്ന് താമസിച്ച മോസ്കിലേക്ക് വന്ന് താമസിച്ച താത്താർ മുസ്ലിം ആയിരുന്നു. അപ്പോൾ അവരാണ് ഈ ഒരു മോസ്ക് ഇനിഷ്യേറ്റീവ് എടുത്ത് അതേപോലെ തന്നെ ഫണ്ട് സ്വരൂപിച്ച് ഈ ഒരു മോസ്ക് പണിതത്, ആദ്യത്തെ മോസ്ക്. അതിനുശേഷം ആദ്യത്തെ മോസ്ക് നശിപ്പിക്കപ്പെട്ടതിന് ശേഷമാണ് ഇപ്പോൾ 2015-ലാണ് ഈ ഒരു പുതിയ മോസ്ക് ഇവിടെ വന്നിരിക്കുന്നത്. അതും അത്രയും വലുതായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനാണ് ഇത് ഇനാഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ടൂർ ഇതുപോലെ തന്നെ ഈ എൻട്രൻസിലൂടെ കടന്ന് നമുക്ക് ഈ ഒരു മോസ്കിൻ്റെ ഉള്ളുവശം കാര്യങ്ങൾ മുഴുവനായിട്ട് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ആദ്യത്തെ മോസ്കിൻ്റെ സ്ഥാനത്താണ് ഈ രണ്ടാമത്തെ മോസ്ക് പുതിയതായിട്ട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഇതിന് വെറും 5 months മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എത്രത്തോളം വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിട്ടും ട്രഡീഷണൽ ആയിട്ടുമാണ് മുസ്ലിം കമ്മ്യൂണിറ്റി ഇതിന് വേണ്ടിയിട്ട് ഫണ്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അത്രയും മനോഹരമായിട്ടുള്ള ഒരു മോസ്കാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. 1920 മുതൽ 1930 വരെ ഒരു ഡാർക്ക് ടൈം എന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് റിലീജിയൻ ബേസ്ഡ് ആയിട്ടുള്ള ചർച്ചുകളും അതേപോലെ തന്നെ മോസ്കുകളും ഒക്കെ ഈ റഷ്യയിൽ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇതെല്ലാം റിന്യൂ ചെയ്തെടുത്തിരിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ 1980-ൽ ഇവിടെ ഒളിമ്പിക്സ് നടന്ന സമയത്ത് ഈ മിച്ചേത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഒളിമ്പിക് സ്റ്റേഡിയം അന്ന് പണി കഴിപ്പിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്നത്. ആ സമയത്ത് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരൊക്കെ അത് എതിർത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്നത്തെ ഗവൺമെൻറ് ആ ഒരു സ്റ്റേഡിയം അവിടെ പണിയുണ്ടായി. ഇപ്പം നമ്മളിങ്ങോട്ട് വന്ന സമയത്ത് അത് തന്നെയാണ് കാണുന്നത്. ആ ഒരു സ്ഥലത്ത് വീണ്ടും റിന്യൂ ചെയ്തിട്ട് ആ ഒളിമ്പിക് സ്റ്റേഡിയം റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത്. അതേപോലെ തന്നെ ഈ മോസ്ക് പണിയുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആയിരുന്നു. കാരണം ഇതിൻ്റെ സൈഡിലാണ് റിവർ പോകുന്നത്. അപ്പോൾ ആ റിവറും പിന്നെ അതേപോലെ തന്നെ അണ്ടർഗ്രൗണ്ടിൽ മെട്രോയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പൈപ്പ് ലൈൻ കാര്യങ്ങൾ മെട്രോയുടെ ഇതൊക്കെ പോകുന്നുള്ളത് കൊണ്ട് തന്നെ പ്രത്യേക പെർമിഷൻ എടുത്തിട്ടാണ്, അതും കൺസ്ട്രക്ഷനൊക്കെ അത്രയും സ്ട്രോങ് ആയിട്ടാണ് ഈ ഒരു മോസ്ക് ഇവിടെ ഇത്രയും നല്ല രീതിയിൽ പണി കഴിപ്പിച്ചിരിക്കുന്നതെന്നാണ് ഇത് പറയപ്പെടുന്നത്. فلا تنسى إلا ما شاء الله إنه يعلم الجهر
ഈ മോസ്കിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ ആ മ്യൂസിയം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇവരുടെ മതപരമായ ആചാരങ്ങൾ പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ, കാര്യങ്ങൾ, അതേപോലെ തന്നെ ഇവിടെ പ്രത്യേകിച്ച് ക്ലാസ്സുകൾ, കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. ഈ ഷാൻലിയർ ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത് ഈ ഒരു മോസ്കിൻ്റെ ആ ഒരു ഡിസൈൻ തന്നെയാണ് ഇതിൻ്റെ എല്ലാം. ഇത് മുഴുവൻ ക്രിസ്റ്റലിൽ തീർത്തിരിക്കുന്ന അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷാൻലിയറൊക്കെയാണ്. അത്രയും മനോഹരമാണ്. എപ്പോഴും നിങ്ങൾ മോസ്കോയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു മോസ്ക് സന്ദർശിക്കുക. അത്രയ്ക്കും നിങ്ങൾക്കൊരു ഒരു രസമുള്ള ഒരുപാട് നല്ല കാഴ്ചകളൊക്കെയാണ്. ഇവിടെയുള്ള ഒരു ആരാധനാലയത്തിലും അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല, ക്രിസ്ത്യാനി അല്ലാത്തവർക്ക് പ്രവേശനമില്ല, അങ്ങനെയൊന്നും എഴുതി വെച്ചിട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നു അതൊരു തെറ്റായ പ്രയോഗം തന്നെയാണെന്നാണ്. അവിശ്വാസികൾക്ക് പ്രവേശനം ഇല്ലയെന്ന് വേണമെങ്കിൽ ഏത് ആരാധനാലയത്തിലും വേണമെങ്കിൽ എഴുതി വെക്കാം. അതൊന്നും എഴുതേണ്ട ആവശ്യമില്ല. നമുക്ക് വിശ്വാസമുള്ളവർക്ക് പോവാം, കാണാം, പ്രാർത്ഥിക്കേണ്ടവർക്ക് പ്രാർത്ഥിക്കാം. അതൊക്കെയാണ് ഒരു ആരാധനാലയത്തെ സംബന്ധിച്ചിടത്തോളം വേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇവിടെ ഹലാൽ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ ഹലാൽ ആയിട്ടുള്ള മീറ്റ് ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന സാധനങ്ങളാണ് ഇവിടെ ഈ മിച്ചയത്തിൻ്റെ തൊട്ടടുത്തുള്ള ഈ കഫേയിലുള്ളത്. അതേപോലെ തന്നെ നല്ല ചായ കിട്ടും. അതൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ ആരാധനയും പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് കോഫി കാര്യങ്ങളൊക്കെ കുടിച്ചിട്ട് പോകാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ മോസ്കിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മോസ്കോയിൽ വരുന്നവർ മോസ്കൊക്കെ സന്ദർശിക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്